നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രെയിനിലോട്ട് ഈ മെമ്മറി കയറുന്ന പോലെ തന്നെ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ബ്രെയിനിൽ നിന്ന് നമ്മൾ ഈ മെമ്മറിനെ എറേസ് ചെയ്ത് കളയാന്നുള്ളത്. ഓക്കെ, അതിന്റെ ടെക്നിക്സ് ആണ്. ഈ ടെക്നിക്സ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിട്ട് റിസൾട്ട് ഉണ്ടാവുള്ളൂ. മെമ്മറിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതായത് നമ്മുടെ ഓൾഡ് മെമ്മറി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ലേബൽ ചെയ്യുക. അതായത് ഇത് നമുക്ക് പഴയ ഒരു മെമ്മറി ആണ് എന്നുള്ളത് നമ്മളൊന്ന് ലേബൽ ചെയ്ത് കൊടുക്കാം. ലേബൽ ചെയ്ത് കൊടുക്കുക വെച്ചാൽ ഇൻ സെൻസ് ഒരു ആ മെമ്മറി നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ കാര്യമാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ മനസ്സിനെ വീണ്ടും പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അടുത്തത് കുറച്ചും കൂടി ഈ ഡയറീസും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിലൊക്കെ എഴുതി റൈറ്റിംഗ് എക്സസൈസ് പോലത്തെ സംഭവമാണ്. അതായത് നമ്മൾ ചൂസ് ചെയ്ത ഒരു റൈറ്റ് പേഴ്സണെ ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ പേഴ്സണിൽ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ നല്ലതായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക. കാരണം അങ്ങനെയൊക്കെ ഒന്ന് എഴുതുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ആ കൺഫ്യൂഷൻ കുറഞ്ഞ് ബ്രെയിനിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പൊ ഈ പറയുന്ന മെമ്മറി കുറച്ചും കൂടി നമ്മുടെ ബ്രെയിനിൽ നിന്ന് മായ്ക്കാൻ സഹായിക്കും. അടുത്ത ടെക്നിക്കാണ് മെമ്മറിനെ റീഫ്രെയിം ചെയ്യാന്നുള്ളത്. ആള് നമുക്ക് പെർഫെക്റ്റ് ആയിരുന്നോ നമ്മൾ ചിന്തിക്കാം. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ സിറ്റുവേഷനും ആ മൊമെന്റ്സും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ആ പേഴ്സൺ എങ്ങനെയായിരുന്നു, പേഴ്സന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു, അതായിരുന്നു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ നമ്മൾ ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തൊരു 90 സെക്കൻഡ് ഇമോഷണൽ റൂളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വേവ് പോലെയാണ്. അതായത് ഒരു 90 സെക്കൻഡ് ഒരു പീക്ക് വേവ് പോലെയാണ് ഈ മെമ്മറീസ് എല്ലാം നമുക്ക് വരാം. ഓക്കെ, ഏകദേശം 90 സെക്കൻഡിലോട്ട് നമ്മൾ മെമ്മറി വരുന്ന സമയത്ത് നമ്മൾ ഒരു ഇതിൽ റിയാക്ട് ചെയ്യാതിരിക്കുക, വേറെ രീതിയിലൊന്നും ഒരു ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. ആ 90 സെക്കൻഡ് ഒന്ന് കഴിയുന്ന വരെ നമ്മളൊന്ന് സൈലന്റ് ആവും. അതൊരു ഇമോഷണൽ വേവ് ആണ്. അപ്പൊ ഈ ഇമോഷണൽ വേവ് അങ്ങനെ തന്നെ അങ്ങ് പൊക്കോളും. പുതിയ റുട്ടീൻസ് കൊണ്ടുവരിക, സെൽഫ് ടോക്ക് ചെയ്യുക. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ബ്രെയിനെ നമ്മൾ ടീച്ച് ചെയ്യുവാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ഇത് ടൈം എടുക്കുന്ന കാര്യമാണ്. ബട്ട് ഇങ്ങനെയുള്ള മെമ്മറി ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. താങ്ക് യു.